ഹൽദിയുടെ ചടങ്ങുകൾ ആരംഭിക്കേ. മീനാക്ഷിയെ മഞ്ഞൾ നീരാട്ട് നടത്തിക്കാൻ അമ്മയും നന്ദിനിയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മാമേ. കച്ചേരി പാടാമെടി കച്ചേരിക്കാരാനും പോരും നോടി പോരുമ്പം പൂക്കൊമ്പത്താടും നോടി അമ്പാട്ടെ തമ്പ്രാട്ടി കുഞ്ഞാങ്കിളി വെറുതെ തരുമോ ഇരുനാളിൽ തിരകെ കൊന്നു. ഓ കല്യാണ കച്ചേരി പാടാമെടി കച്ചേരിക്കാരാനും പോരും. തട്ടാരേവോ താലിക്കെന്തു വില പട്ടോല പൂപ്പന്തൽ കെട്ടാമെട്ടു നില കാണാ കൈതോലേഹോ പൂവിൻ നിന്തു വില കാർകൂന്തൽ മൂടുമ്പോൾ കണ്ണിൽ ചന്ദ്രകല ഓ ചെറുക്കന്നു ചേരിൽ കുറി വരയ്ക്കാൻ കുറുനില ചേരിൽ ഹരിചന്ദനം പുഴയിൽ മഴ നിറയും തനുപകരം കുളിരെഴുതും തിരനുറകിൽ തകിലടിയിൽ തിമിതോ. ഓ കല്യാണ കച്ചേരി പാടാമെടി കച്ചേരിക്കാരാനും പോരൂ നോടി. ഓലച്ചങ്ങാലിഹോ ചേലയ്ക്കെന്തു വില ഓലോല കയ്യിന്മേൽ തട്ടിയോട്ടുവട പാടാപ്പാപ്പാത്തീഹോ വേണം തൂഷനില വാർക്കുമ്പ ചോറുണ്ണാൻ കണ്ണൻ വാഴയില ഓ കളിത്തിങ്കൾ കാച്ചും മണിപ്പപ്പടം വിളമ്പും നിലാവാൽ പാൽ പായസം ചിരിയിൽ ചെറുചിരിയിൽ കുറുചിറകിൽ മനമുണരും അലയൊലികൾ നിലവൊളികൾ തിമിർത്തോ. ഓ കല്യാണ കച്ചേരി പാടാമെടി കച്ചേരിക്കാരാനും പോരും നോടി പോരുമ്പം പൂക്കൊമ്പത്താടും നോടി അമ്പാട്ടെ തമ്പ്രാട്ടി കുഞ്ഞാങ്കിളി വെയിലേ വെയിലേ വെറുതെ തരുമോ ഇരുനാളിൽ തിരകെ കൊന്നു. ഓ കല്യാണ കച്ചേരി പാടാമെടി കച്ചേരിക്കാരാനും പോരും നോടി. Yeah.
വീട്ടിൽ ചെന്ന അമ്മയുടെ പ്രതികരണം എന്തായിരിക്കും? അച്ഛനൊന്നും മിണ്ടില്ല, പക്ഷെ അമ്മ എല്ലാവരുടെയും നോട്ടത്തിൽ ഞാനൊരു വിചിത്ര ജീവിയായിരിക്കും. ആയിക്കോട്ടെ, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിക്കോട്ടെ. പക്ഷെ എനിക്കെന്റെ മകളുടെ കല്യാണം കാണാൻ പറ്റുമല്ലോ. അവളെ താലിയിട്ടിയ പുരുഷനോടൊപ്പം എന്നോട് യാത്ര പറഞ്ഞു പോകുന്ന രംഗം. എടോ, തനിക്ക് കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. തന്നെ സൂപ്രണ്ട് തിരക്കുന്നുണ്ട്. ഞാൻ തയ്യാറായി നിൽക്കാം സർ. താൻ സൂപ്രണ്ടിന്റെ മുറിയിലേക്ക് നടന്നോ, ഞാൻ പുറകെ വരാം. ശരി സാർ. നിനക്ക് നാളെ കണ്ണുണ്ടൂടെ? ഞാനല്ല, നിങ്ങളെ എന്റെ ദേഹത്ത് വന്നിടിച്ചത്. എന്നാലും എനിക്ക് പരാതിയൊന്നുമില്ല. എന്റെ ദേഹത്തൊന്നും ഇടിച്ചിട്ട് നിനക്ക് പരാതിയില്ലെന്നോ? അത് കൊള്ളാലോടാ. ഇതെന്താ വെള്ളരിക്കപ്പെടണോ? മാറിക്കടാ. എന്താ നിങ്ങളെ കാണിക്കുന്നത്? ഞാൻ നിങ്ങളോട് ഒരു മര്യാദക്കേട് പറഞ്ഞിട്ടുമില്ല, പ്രവർത്തിച്ചിട്ടുമില്ല. പിന്നെ എന്തിനാ എന്റെ നേരെ വഴക്കുണ്ടാക്കുന്നത്? നീ റഹീമിനെ പഠിപ്പിക്കുന്നോളാ. എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തില്ല. എന്നെ ഒന്നും ചെയ്യരുത്. മര്യാദക്കേട് കാണിച്ചിട്ട് ചിരക്കുന്നോളാ. വേണ്ട, എന്താടാ എന്താ ഞാൻ നിങ്ങൾ എന്തേ കാണിക്കുന്നത്? ഞാൻ നിരപരാധിയാ സാറേ. ഞാനൊന്നും ചെയ്തില്ല സാർ. അവനെ പിടിക്കൂ സാറേ. ഞാനല്ല, അയാളാണ്. സാർ, ഞാൻ പറയട്ടെ. ഭാഗ്യം. പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല. മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് അച്ഛൻ പണം വാങ്ങിയിരുന്നെങ്കിൽ അതും വാങ്ങി എനിക്ക് സ്ഥലം വിടായിരുന്നു. ഹൽദിക്ക് അറബി പെണ്ണിനെ ഇവൻ ക്ഷണിച്ചിട്ടുണ്ട്. ഏതാ അവള്?
എന്ത് ചെയ്യും ദൈവമേ, നേരെ മുമ്പിലേക്കാണല്ലോ ഇവൻ വരുന്നത്. ദൈവമേ, എല്ലാം കുഴയോ? നിങ്ങൾ ഹൽദിയിൽ പങ്കെടുക്കാൻ വന്നതല്ലേ? അതെ. പിന്നെന്താ ചടങ്ങിൽ പങ്കെടുക്കാതെ ഇവിടെ വന്ന് നിൽക്കുന്നത്? ഞാൻ മീനാക്ഷി ഒന്ന് കാണാൻ വന്നതാ. ഓ, മീനാക്ഷിയുടെ ഫ്രണ്ടാണല്ലേ? വരൂ, മീനാക്ഷി കാണിച്ചു തരാം. വരൂ. ദൈവമേ, എല്ലാം കുഴയോ? മീനാക്ഷി, എന്തേ സിപി? ദേ നിന്റെ ഒരു ഫ്രണ്ട് അവിടെ നിൽപ്പുണ്ട്, ചെന്ന് നോക്ക്. എനിക്കിങ്ങനൊരു ഫ്രണ്ട് ഇല്ലല്ലോ. ഇതാരായിരിക്കും? മീനാക്ഷി, മോളെ, ദേ മുത്തശ്ശിയുടെ ഒരു കൂട്ടുകാരി കാണാൻ വിളിക്കുന്നുണ്ട്. വേഗം വാ. വാ. ജയിലിനകത്ത് എല്ലാവരും കുറ്റവാളികൾ തന്നെയാ, സമ്മതിച്ചു. പക്ഷെ ഇതിനകത്തൊരു ഡിസിപ്ലിൻ ഉണ്ട്. അത് തെറ്റിക്കുന്നവനെതിരെ ആക്ഷൻ എടുത്തേ പറ്റൂ. സർ, ഇക്കാര്യത്തിൽ ഞാൻ നിരപരാധിയാണ്. അയാൾ ഇങ്ങോട്ടേക്ക് വന്ന് വഴക്കുണ്ടാക്കിയതാ. ഒരു കാരണമില്ലാതെ തന്റെ നേരെ വന്ന് വഴക്കുണ്ടാക്കാൻ അയാൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഞാൻ പറഞ്ഞത് സത്യമാണ് സർ. ഞാൻ സാറിനെ കാണാൻ വരികയായിരുന്നു. അപ്പോൾ അയാൾ എനിക്കെതിരെ വന്ന് എന്റെ ശരീരത്തിലിടിച്ച് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുകയായിരുന്നു. എന്നിട്ട് ദൃക്സാക്ഷികളായ പോലീസുകാരും മറ്റു ജയിൽ പുള്ളികളും അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. എങ്കിൽ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടായിരിക്കും സർ. എന്ത് ഗൂഢാലോചന? ദേ, താൻ ജയിലുദ്യോഗസ്ഥരുടെ നേരെ അനാവശ്യമായ ആരോപണം ഉന്നയിച്ചാലുണ്ടല്ലോ, തെറ്റ് ചെയ്തിട്ട് അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങളുടെ തലയിൽ കെട്ടിവെച്ചാലുണ്ടല്ലോ. ഇയാളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? സർ, ഇയാൾ മനഃപൂർവ്വം പറയുന്നതാണ് സർ. ഇയാളെന്തോ മുൻവൈരാഗ്യം തീർക്കുന്നത് പോലെ ആ റഹീമിനോട് ചെന്ന് വഴക്കുണ്ടാക്കുകയായിരുന്നു. സർ, അങ്ങനെയല്ല സർ. താൻ ഇനി ഒരു അക്ഷരം സംസാരിക്കരുത്. ഞങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നോക്കുന്നോ? വിചാരണ തടവുകാരനായ തനിക്ക് കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. അതൊക്കെ ശരി തന്നെ. പക്ഷേ ജയിലിനകത്ത് പ്രകോപനപരമായി പെരുമാറുകയും മറ്റൊരാളെ കൊല്ലാനുമാണ് താൻ ശ്രമിച്ചത്. സർ, അതുകൊണ്ട് തനിക്ക് അനുവദിച്ച ഈ ജാമ്യ ഹർജി ക്യാൻസൽ ചെയ്യാതെ എനിക്ക് വേറെ വഴിയില്ല. തനിക്ക് പോകാം. സർ, അങ്ങനെ ഒരു തീരുമാനം എടുക്കരുത് സർ. നാളെ എന്റെ മകളുടെ കല്യാണം. സാർ, ദയവായി എന്നെ പോകാൻ അനുവദിക്കണം. എന്റെ മകളെയും അവളെ താലി ചാർത്തുന്ന പുരുഷനെയും അനുഗ്രഹിക്കേണ്ടത് ഒരച്ഛനെന്ന നിലയിൽ എന്റെ കടമയാണ്. താൻ എന്ത് പറഞ്ഞാലും എത്ര പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്താലും തന്നെ വിടാൻ നിയമം അനുവദിക്കുന്നില്ല. സാർ, എല്ലാം കൊണ്ടും തകർന്നു പോയ അച്ഛനാണ് സാർ ഞാൻ. താൻ തകർന്നു പോയിട്ടുണ്ടെങ്കിലേ അതിന്റെ ഉത്തരവാദി താൻ തന്നെയാണ്, ഞങ്ങളാരുമല്ല. സ്വന്തം മകളോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ വിവാഹത്തലേന്ന് താൻ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുമായിരുന്നോ? അപ്പോ താൻ ചെയ്ത തെറ്റിന് താൻ തന്നെ ശിക്ഷ അനുഭവിക്കണം. സാർ, ഒരച്ഛന്റെ വേദന സാർ മനസ്സിലാക്കണം. എന്റെ മകളുടെ കൈ പിടിച്ച് മറ്റൊരാളുടെ കൈകളിൽ കൊടുക്കാൻ ഞാനുണ്ടാവണം. സാർ, എന്നെ ഒന്ന് പോകാൻ അനുവദിക്കണം. എടോ, തടവ് പുള്ളികളായ ക്രിമിനലുകളുടെ മുമ്പിൽ അലിയാം പാകത്തിലുള്ള മഞ്ഞുകട്ടയല്ല എന്റെ മനസ്സ്. ഇതിനകത്ത് കയറിയതോടെ മനസ്സൊരു കരിങ്കല്ലായി മാറി. അങ്ങനെ മാറ്റി. സാർ, മകൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാതെ പോയൊരച്ഛനാണ് ഞാൻ. ഈ കല്യാണത്തിനെങ്കിലും പങ്കെടുക്കാൻ സാർ എന്നെ ഒന്ന് അനുവദിക്കണം. പിടിച്ചോണ്ട് പോടോ. സാർ, പ്ലീസ്. സാർ, സാർ, ഞാനൊന്നും ചെയ്തതല്ല. വരാനാ പറഞ്ഞത്. എന്നെ പോകാൻ അനുവദിക്കണം സാർ. വാ.
എന്താ? എന്താണ്? അല്ല, ഇപ്പോ മുത്തശ്ശി നന്ദിനിടത്തും ഫ്രീയാ. ഇത്തിരി കഴിയുമ്പോൾ തിരക്കാവും. ഇപ്പൊ തന്നെ കാശിന്റെ കാര്യം ചോദിക്കാം. ശരി, ചോദിക്കാം. അതെ, ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. മോളെ നന്ദിനി, നന്ദിനി ഇങ്ങ് വന്നേ. എന്താ അമ്മേ? ഇവർക്കെന്തോ സംസാരിക്കാനുണ്ടെന്ന്. അതെ, എന്താ പണിക്കരെ? ഹൽദിക്ക് മുമ്പ് പണം തരാന്നാ പറഞ്ഞിരുന്നേ. ഇപ്പൊ ഹൽദി കഴിഞ്ഞു. 1.5 കോടി രൂപ മീനാക്ഷിക്ക് സമ്മാനമായി തരാമെന്നാ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അതെ അതെ. അതിൽ 1 കോടി രൂപ നന്ദിനി ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. ബാങ്കിൽ നിന്ന് ഞാൻ എടുത്ത 50 ലക്ഷം കൂടി ഇപ്പൊ നന്ദിനിയുടെ ബാഗിലേക്ക് ഞങ്ങൾ വയ്ക്കും. പണം വാങ്ങി ഇന്ന് തന്നെ ബാങ്കിലേക്ക് ഇട്ടേക്കാം, അല്ലടാ? പണം കയ്യിൽ വെച്ചോണ്ടിരിക്കരുത്. മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി എൻ്റെ കയ്യിൽ തന്ന ഞാൻ തന്നെ അത് കൊണ്ടുപോയി ബാങ്കിൽ ഇട്ടോളാം. അതുപോലെ അത് മതി. പക്ഷേ വേവുവോളം കാത്ത സ്ഥിതിക്ക് ഇനി 6 കാക്കാം. നാളെ കല്യാണ പന്തലിൽ വെച്ച് താലി കെട്ടുന്നതിന് മുമ്പായി പണം കൈമാറാം. അതാണ് അതിന്റെ ന്യായം. പണം ഇവിടെ ഇരിക്കല്ലേ, പിന്നെ എന്തിനു പേടിക്കണം? കാര്യങ്ങൾ കൈവിട്ടു പോയല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അയ്യോ, മൈഥിലി പുറത്തു പോയല്ലോ. അതും പ്രശ്നമാവുമല്ലോ. എടാ, ഞാൻ ആരും കാണാതെ പുറത്തെത്തി. ദേ ടാക്സിയിലേക്ക് കയറാൻ തുടങ്ങുക. നീ എത്രയും വേഗം പണവും വാങ്ങി അവിടെ നിന്ന് ഇറങ്ങ്. എൻ്റെ മൈഥിലി, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. എന്താടാ? അവര് പണം തന്നില്ല. താലി കെട്ടിന് മുന്നേ പണം തരാന്ന്. നാളെ താലി കെട്ടി കഴിഞ്ഞു തരാന്ന് പറഞ്ഞാലോ? നീ അവളെ കെട്ടണ്ടേ? ചുറ്റിയല്ലോടി. ദൈവമേ, ഇനി എന്ത് ചെയ്യും? നീ എന്തായാലും വേഗം തിരിച്ചു വാ. എത്ര പേരുടെ കണ്ണ് വെട്ടിക്കണം തിരികെ ഒന്ന് അകത്ത് കയറാൻ? ഇത് വല്ലാത്തൊരു പൊല്ലാപ്പാണല്ലോ ദൈവമേ.